Good morning. Today we discuss bitwise operators, which is among 9 type of operators classified based on purpose of operators. See, these operators are helpful in C for bit level operations. So we do low level operations with high level C programming language. The bitwise operators again classified into or subdivided into 3 which are listed here. Bitwise complement operator, which is a unary operator which just inverts the bits from either if the bit is 0 then it converted to 1, if it is 1 then it converted to 0. Next category of bitwise operator is the bitwise logical operators. It's just uh, same as the logical operators, but bitwise logical operators operate at bit level. So the symbols single ampersand, which is binary single ampersand, unary single ampersand for address operator, but binary single ampersand is the bitwise logical and single pipe symbol represents the bitwise OR operator, and the up the caret indicates the bitwise XOR operator. And the last category is the bitwise shift operators. There are 2 type of shift operators. One is left shift, another is right shift. Just shifting the bits. Okay. Then we will go first to the complement operator and show how it is work on an operand. It is the operator which invert the bits represented by its operand. When an operand represents a series of bits, then it just invert the bits. Syntax is as follows. The tilde symbol indicates the complement operator. Some of the question paper include a question. The tilde which shows the tilde symbol and what is the use of this operator. So we must write this is the bitwise complement operator and is used to invert the bits of its operand. So tilde symbol or bitwise complement operator, operand semicolon. This is the syntax and how will become this example. Y is equal to bitwise complement x, where x is equal to 1 0 0 0 0 1 1 1. So we will invert each and every bits in the bit series. So y is equal to first one എന്താണ് 1 എന്തായി 0 ആയിട്ട് കൺവേർട്ട് ആയി. ഓക്കെ, പിന്നെന്താണ്, പിന്നെ വരുന്നത് 4 സീറോകളാണ്, അത് വൺസ് ആയിട്ട് മാറി. ലാസ്റ്റ് 3 വൺസ് 0 ആയിട്ട് മാറി. ജസ്റ്റ് ഇങ്ങനെ ഇൻവെർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഇത് ബിറ്റ് ലെവലിലായതുകൊണ്ട് ഇതിനെ ബിറ്റ്വൈസ് കോംപ്ലിമെന്ററി ഓപ്പറേറ്റർ ആണ്. ഈ സംഭവം തന്നെയാണ് ആര് ചെയ്യുന്നത്? ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ, എക്സ്ക്ലമേറ്ററി. ഓക്കെ, രണ്ടുപേരും എന്താണ്, ഇൻവെർട്ടിങ് തന്നെയാണ്. മറ്റേത് മൊത്തം എന്താണ് പറയാ, ഓപ്പറാൻഡിനെയാണ്. ഇത് ഓപ്പറാൻഡിന്റെ ബിറ്റ് ലെവലിലാണ് കയറി കളിക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. രണ്ടുപേരും യൂണറി ഓപ്പറേറ്റേഴ്സ് ആണ്, ഒരു ഓപ്പറാൻഡിന്റെ മുകളിലാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറിയാണ് ലോജിക്കൽ
ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പോൾ y ഈക്വൽ ടു 10 എന്ന് തന്നിട്ടുണ്ട്. കോംപ്ലിമെന്റ് y കാണുക. ഓക്കെ, ഒരു ഹോംവർക്കാണ്. നെക്സ്റ്റ് ലോജിക്കൽ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. നമുക്കറിയാം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് 3 എണ്ണമാണ് അല്ലേ? അപ്പൊ അത് ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിലും ഉണ്ട്. ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓർ, പിന്നെ ഉള്ളത് ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ആണ്. ഈ ഈക്വലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ഓക്കെ, ലോജിക്കൽ ഐറ്റംസ് ആയതുകൊണ്ട് എപ്പോഴും ട്രൂത്ത് ടേബിളിലാണ് അവരുടെ റിസൾട്ട് ഉണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പി ആൻഡ് ക്യൂ എന്നുള്ള 2 ഓപ്പറാൻഡുകൾക്കിടയിൽ വർക്ക് ചെയ്യുന്ന ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണ് ഈ ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് കംപ്ലീറ്റ്ലി. അപ്പൊ പിക്കും ക്യൂനും നമ്മൾ ഫാൾസ് പ്രൊവൈഡ് ചെയ്യാണ്, അല്ലെങ്കിൽ ആ ബിറ്റുകൾ 00 ആണെങ്കിൽ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് വീണ്ടും 0 ആണ്. ആൻഡ് ആവുമ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുക, അങ്ങനെ വിചാരിച്ചാൽ മതി. ഓർ ആണെങ്കിൽ അവിടെ നടക്കുക പ്ലസ് ആണ്. എക്സോർ ആണെങ്കിൽ സെയിം ആണോ, അപ്പോ 0 വരും. ഓക്കെ, ഡിഫറെന്റ് ആണോ, ട്രൂ വരും. അപ്പം ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഈക്വലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആര്, എക്സോർ. ഈ എക്സോർ ആണ് നമ്മളുടെ സ്റ്റെയർ കേസിൽ അപ്ലൈ ചെയ്യുക. അതായത് സ്റ്റെയർ കേസിലെ ലൈറ്റ് സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ്, ഇവിടുന്ന് ഓൺ ചെയ്തു അവിടെ വേണമെങ്കിൽ പോയി ഓഫ് ആക്കാം. അപ്പൊ അത് എക്സോർ ആണ്. ഓക്കെ, അതാണ് സ്റ്റെയർ കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി 00 ഇൻറ്റു ചെയ്യുമ്പോൾ 0 ആണ്, പ്ലസ് ചെയ്യുമ്പോൾ 0 ആണ്, സെയിം വന്നതുകൊണ്ടും 0 ആണ്, ഓഫ് ആയിരിക്കും. രണ്ടുപേരും ഓൺ ചെയ്ത ഓഫ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇനി ഏതെങ്കിലും ഒരാള് ഓഫ് ചെയ്തു, ഏതെങ്കിലും ഒരാള് ഓൺ ചെയ്താല് ആൻഡിന്റെ റിസൾട്ട് ഓഫ് ആണ്, ഓറിന്റെ റിസൾട്ട് ഓൺ ആണ്, സ്റ്റെയർ കേസും ഓൺ ആണ്, എക്സോർ. ഓക്കെ, ഇത് തന്നെയാണ് മറ്റതിന്റെ അവസ്ഥ. ഇനി സെയിം 1 1 വന്നു, രണ്ടുപേരും ഓൺ ചെയ്തു, അപ്പോ എക്സോർ 0 ആണ്, ഓർ എന്ന് പറയുന്നത് 1 + 1 0 1 തന്നെയാണ്, 1 × 1 1 തന്നെയാണ്. അപ്പൊ ഇതാണ് മറ്റേ ആൻഡ് ഓർ. നേരത്തെ നമ്മൾ ലോജിക്കലിൽ പറഞ്ഞ അതന്നെയാണ്, പക്ഷെ ഇത് ബിറ്റ് ലെവലിലാന്നേ ഉള്ളൂ. എക്സോർ ഈക്വലിന്റെ ഓപ്പോസിറ്റ് ആണ്, അതായത് വ്യത്യസ്തമായി വന്ന ട്രൂ അടിക്കും, ഒരേപോലെ വന്ന ഫാൾസ് അടിക്കും. These are the binary operators which require 2 integer type operands. അപ്പോൾ ബൈനറി ആണ് ഏത് ബിറ്റ് വൈസ് ലോജിക്കല്, അവർക്ക് 2 ഇൻറ്റിജർ ടൈപ്പ് ഇൻപുട്ട് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിന്റെ മുകളിലാണ് ഇവര് ആൻഡും ഓറും എക്സോറും ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ സിൻടാക്സ് ഇങ്ങനെയാണ്: ഓപ്പറാൻഡ് 1 ആംപർസൻഡ് ഓപ്പറാൻഡ് 2 വിച്ച് ആർ ആൾ ഇൻറ്റിജർ ടൈപ്പ്. ഓപ്പറാൻഡ് 1 or operand 2, operand 1 XOR operand 2. X and Y are given and is converted into bit binary equivalent. Then we can apply and, or and XOR. അപ്പം ഒന്ന് നോക്കിയപ്പോ ഇവിടെ നമ്മൾ ഇവിടുന്ന് തുടങ്ങും. 1 ഉം 1 ഉം ആൻഡ് ആവുമ്പോൾ 1 ആണ്, 0 1 0 0 0 0 1 0 0 1 0 0 0 0 0 0 0 0 1 0 0. അപ്പൊ ഇതാണ് ആൻഡിന്റെ. ഇനി ഓറിന്റെ കേസ് ഓരോ വരെയും നമ്മൾ ഓർ ചെയ്യണം. 1 ഉം 1 ഉം 1, 0 1 1 0 0 0 1 0 എന്താണ് 1 1 0 1 തന്നെയാണ്, 0 0 0 0 0 0 1 0 1. ഇതാണ് ഓർ. ഇനി രണ്ടുപേരും സെയിം വന്ന 1 അല്ല ഡിഫറെന്റ് വന്ന 1 1 1 0 0 1 1 0 0 0 1 0 again 1 again 1 0 0 1. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ.
അപ്പം നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട്. ഈ 3 ഓപ്പറാൻഡിന്റെയും എക്സ് 2ആണ്. അപ്പൊ ഒരു 8 ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പം കേട്ടോ, ജസ്റ്റ് 10 ആയിരിക്കും എന്ത് 2 എന്ന് പറയുന്നത്. അതിന് 000 കൂട്ടിയിട്ടൊരു 10 ഇട്ടുക. y എന്ന് പറയുന്നത് 10 ആണ്. അപ്പം എക്സ് ആൻഡ് വൈ കാണണം, എക്സ് ഓർ വൈ കാണണം, എക്സ് അപ്പ് ദ ക്യാരറ്റ് വൈയും കാണണം. ഓക്കെ, എക്സ് 2 വൈ 10. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പൊ ഞാൻ തന്ന ഹോംവർക്ക് നിങ്ങൾ ചെയ്യേണ്ടത്. എയും ബിയും തന്നിട്ടുണ്ട്. ബിറ്റ്വൈസ് ആൻഡ്, ബിറ്റ്വൈസ് ഓർ, ബിറ്റ്വൈസ് എക്സ് ഓർ, ബിറ്റ്വൈസ് കോംപ്ലിമെന്റ് അതും കൂടെ കാണണം. ഓക്കെ, അപ്പൊ 60നെയും 30നെയും നമ്മൾ എന്ത് ചെയ്യണം? ബൈനറി ഇക്വാലന്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് 8 ഡിജിറ്റ് ആയിട്ട് എഴുതണം. കിട്ടിയത് എത്രയാണോ അതിനെ 8 ഡിജിറ്റ് ആയിട്ട് എഴുതിയിട്ട് വേണം ഈ പരിപാടി നടത്താൻ. ഓക്കെ, അപ്പൊ ഇവിടെ ബിറ്റ്വൈസ് കോംപ്ലിമെന്റ് എയും ബിയും കാണുന്നുണ്ട്. അപ്പൊ എനിവേ, അപ്പൊ അതിന്റെ കൺവേർഷൻ അതാണ് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ള എക്സാമ്പിൾ ഒന്ന് ചെയ്യാം. ആൻഡ് വി കം ടു ദിസ്, then we can move to the last classification of bitwise operators, which is bitwise shift operators. നിങ്ങളത് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. Shift operators used to move bit patterns either to left or right. ഈ ബിറ്റ് പാറ്റേൺ ഉണ്ടല്ലോ, ഓപ്പറാൻഡിന്റെ ബൈനറി റെപ്രസെന്റേഷൻ, അതിനെ ഒന്നുകിൽ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഇത്ര പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സിന്റെ ജോലി. അപ്പൊ സിമ്പിൾസ് ഡബിൾ ലെസ് ദാനും ഡബിൾ ഗ്രേറ്റർ ദാനും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഫ്റ്റിനും റൈറ്റിനും റെസ്പെക്റ്റീവ്ലി. പിന്നെ സിൻടാക്സ്, ഒരു ഓപ്പറാൻഡ് ഉണ്ടാവും, മറ്റേത് ഇൻഡിജർ ആയിരിക്കും. ഈ പൊസിഷൻ എപ്പോഴും എന്താണ്? ഇൻഡിജർ ആണ്. ഓക്കെ, അപ്പൊ രണ്ട് ഓപ്പറാൻഡുകൾക്ക് ഇടയിൽ ബൈനറി ആയിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വർക്ക് ചെയ്തത്. ഒരു ഓപ്പറാൻഡിന്റെ മുകളിലാണ് കോംപ്ലിമെന്റ് ബിറ്റ് വൈസ് വർക്ക് ചെയ്തത്. ഇവിടെ ഒരു ഓപ്പറാൻഡും മറ്റേ ഓപ്പറാൻഡ് എന്താണ്? ഇൻഡിജർ ടൈപ്പ് ആണ്. ഓക്കെ, രണ്ട് ഓപ്പറാൻഡ് വേണം, ബൈനറി തന്നെയാണ്, പക്ഷെ ഒരെണ്ണം അതിൽ ഇൻഡിജർ ടൈപ്പ് മസ്റ്റ് ആയിരിക്കണം. പൊസിഷൻ 1.5 എന്നൊന്നും പറയില്ലല്ലോ, ഹോൾ നമ്പർ ആയിട്ടേ പറയുള്ളൂ. സോ വേർ ഓപ്പറാൻഡ് ഇൻഡിജർ എക്സ്പ്രഷൻ ദാറ്റ് ഈസ് ടു ബി ഷിഫ്റ്റഡ്. ഓക്കെ, ഇൻഡിജർ നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ് പൊസിഷൻസ് ടു ബി ഷിഫ്റ്റഡ്. അതായത് ഈ സിൻടാക്സിലുള്ള ഓപ്പറാൻഡും ഇൻഡിജറും എന്താണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മൂവ് ചെയ്യാം. എക്സിന്റെ ബിറ്റ് പാറ്റേൺസ് തന്നിട്ടുണ്ട്. അതിനെ 3 റൈറ്റ് ഷിഫ്റ്റും ചെയ്യണം, 2 ലെഫ്റ്റ് ഷിഫ്റ്റും ചെയ്യണം. അപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടിയാണ് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. 3 ഷിഫ്റ്റ് മുകളിലോട്ട് പോകണം, അങ്ങോട്ട് റൈറ്റിലേക്ക് പോകണം. അപ്പോൾ ഒരു ഓപ്പറാൻഡിന്റെ ബിറ്റ് സീരീസിലെ ആദ്യ പൊസിഷൻസ് അവിടുന്ന് മൂവ് ചെയ്യും, ബാക്കിയുള്ളവരും. അപ്പൊ എന്തായാലും ആ 3 ഡിജിറ്റുകളെ നമുക്ക് എന്ത് ചെയ്യണം? മൂവ് ചെയ്ത് അവിടെ ഒരു ഗ്യാപ്പ് വരും. ഓക്കെ, പിന്നെ നമ്മളുടെ ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇതിപ്പോ 1 2 3 4 5 6 7 8 ഇങ്ങനെയാണത്. അപ്പൊ ഇവിടെ ഈ 3 എന്ന് പറയുന്നത് 3 ഡിജിറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞാല് എക്സ് ആണല്ലോ. എക്സ് 1 0 0 1 0 0 0 1 ഇതാണ് എക്സ്. അപ്പൊ നോക്കി നോക്കൂ, ഇത് ഇങ്ങോട്ട് 3 പൊസിഷൻ മാറുകയാണ്. ഓക്കെ, ഇത് ഇവിടെ എത്തും, ഇത് ഇവിടെ എത്തും, ഇത്
ഇവര്, അതായത് 1 0 0, പിന്നെ ഇവിടെ 0 1 0 0 1. ഓക്കെ, പിന്നെ ഈ ഗ്യാപ്പ് വന്നല്ലോ, അവിടെ നമ്മൾ 0 0 ഇട്ടുകൊടുക്കും. അതായത് ഇവര് മൊത്തം 3 പൊസിഷൻ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാണ്. അപ്പൊ മനസ്സിലായോ? അപ്പൊ ഈ ഫ്രെയിമിൽ ഇപ്പൊ ആരാ ബാക്കിയുള്ളത്? അതാണ് നമ്മൾ നോക്കുന്നത്. ഈ ഇവര് ഇല്ലാതാവും, ഇവര് പുറത്തായില്ലേ, അപ്പൊ ഇവരെ കട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഉള്ളത് ഇവരാണ് ഇപ്പൊ ഫ്രെയിമിലുള്ളത്. ഈ ഗ്യാപ്പ് നമ്മൾ 0 വെച്ച് പിരിക്കും. ഒറിജിനൽ ബിറ്റ് സീരീസിൽ ഇവര് മാത്രമാണ് നിലവിലുള്ളത്. മനസ്സിലായോ? റൈറ്റ് സൈഡിലുള്ള 3 പൊസിഷൻ നമ്മൾ കട്ട് ചെയ്തു, അതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവരെ നിലനിർത്തി ഗ്യാപ്പ് വന്ന സ്ഥലത്ത് നമ്മൾ ഫിൽ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു ആൻസർ കിട്ടുന്നത്. ഒന്നും കൂടെ പറയാം. നമ്മളുടെ ഓപ്പറാൻഡിന്റെ ബിറ്റ് സീരീസ് നമ്മളൊരു 8 ഫ്രെയിമിലേക്ക് എഴുതാം. എന്നിട്ട് അവിടുന്ന് ഇവർക്ക് ഷിഫ്റ്റ് സംഭവിക്കും. എത്ര പൊസിഷനാ ഷിഫ്റ്റ് ചെയ്യുന്നു വെച്ചാൽ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ ഒഴിവാക്കണം, ബാക്കിയുള്ളവരെ നിലനിർത്തണം. ഓക്കെ, ഗ്യാപ്പ് വന്നവരെ ഫില്ല് ചെയ്യുക 0 വെച്ച്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിലുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്യണം. സോറി, ഇവിടെയാണ് കേട്ടോ, എക്സിനാണ് കട്ട് ചെയ്യുക. രണ്ടാളെ കട്ട് ചെയ്തു. അപ്പൊ ഇവര് 0 1 0 0 0 1. പിന്നെ ഇവിടെ 2 ഗ്യാപ്പ് വന്നു, അവരെ നമ്മൾ 0 വെച്ച് ഫില്ല് ചെയ്യും. അപ്പൊ എത്ര ഇൻഡിജർ പൊസിഷനാ വേണ്ടത് വെച്ചാൽ അത്ര പേരെ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, ലെഫ്റ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് ഷിഫ്റ്റും ആയിരിക്കും. അവിടെ നിന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് മൊത്തം ആൾക്കാരെ മൂവ് എന്ന് പറഞ്ഞാലാണ് ഈ കട്ടിങ്. എന്നിട്ട് ബാക്കില് ഓപ്പോസിറ്റ് ഡയറക്ഷനില് ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് സീറോസ് ഫില്ല് ചെയ്യും. സോ സിമ്പിൾ ആണ്, പക്ഷെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു 60 ആണ്. ഈ 60നെ നമ്മൾ ബൈനറി ഇക്വലന്റിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഷിഫ്റ്റ് 2, റൈറ്റ് ഷിഫ്റ്റും 2 ആണ്. 2 പൊസിഷൻസ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ കിട്ടുന്ന ബിറ്റ് സീരീസ് അതിനെ മറ്റതിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇൻഡിജർ ഇക്വാലന്റ്, ഡെസിമൽ ഇക്വാലന്റ് കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ എക്സാമ്പിള്. അപ്പോ ഈ ഒരു പ്രോബ്ലത്തെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. 0 0 1 1 1 1 0 0. ഇതാണ് നമ്മളുടെ എ. ഓക്കെ, ഫ്രെയിമിന്റെ അകത്ത് 2 ഷിഫ്റ്റ് ലെഫ്റ്റിലോട്ടാണ് ആദ്യം പോകുന്നത്. അപ്പൊ ഇയാളെ ഒഴിവാക്കും. അപ്പൊ 1 1 1 1 0 0, ഗ്യാപ്പ് വന്ന സ്ഥലത്ത് വീണ്ടും ഫില്ല് ചെയ്യും. ഓക്കെ, ഇപ്പൊ റിസൾട്ട് കിട്ടി. 240ലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് കിട്ടും. ഇനി റൈറ്റിലോട്ട് പോകണം. അപ്പൊ ഇവരെ ഒഴിവാക്കും, എന്നിട്ട് 1 1 1 1 0 0, ഗ്യാപ്പില് വീണ്ടും 0. അപ്പൊ ഇവരെ കൺവേർട്ട് ചെയ്ത 50 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ഒരു 8 ബിറ്റ് റെപ്രസെന്റേഷൻ വേണം കേട്ടോ. ഇപ്പൊ എ ഈക്വൽ x
തന്നിട്ടുണ്ട്. എക്സ് ഒരു 30 ആണ്. ഓക്കെ, ഇതിനെ റൈറ്റ് ഷിഫ്റ്റ് 3യും ലെഫ്റ്റ് ഷിഫ്റ്റ് 1ഉം ചെയ്യാം. ഇസ് ദ ഹോം. ഓക്കെ, so thank you.